കഴിഞ്ഞ ദിവസം നടന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ വിളിക്കാതിരുന്ന ആ ഒരു കോൺട്രവേഴ്സി അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ, ഈ ഒരു കോണ്ടൻറ്റ്. നമ്മുടെ പ്രധാനമന്ത്രി വന്ന് രാജ്യത്തിന് കേരളത്തിലെ NH-66 2 റീച്ചുകളാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അത് മൊത്തത്തിൽ അത് ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ അത് നാടിന് സമർപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വന്നത്. മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ആ ക്ഷണിച്ചത് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ക്ഷണിച്ചതെന്നോ ഓഫീസിൽ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പല കോൺട്രവേഴ്സീസും കേൾക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. അതിന് വരെ അവർ ബദലായിട്ട് എന്ത് ചെയ്തു, അവർ പോയിട്ട് വേറൊരു പരിപാടി മുഹമ്മദ് റിയാസ് ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ടാറ്റ കാണിച്ചു പോകുന്നൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു പ്രോട്ടോകോൾ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നുള്ളത് അതറിയുന്ന ആളുകൾ സംസാരിച്ച് ഞാൻ കണ്ടില്ല എവിടെയും. എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല. ഇപ്പോൾ PWD മിനിസ്റ്ററെ വിളിക്കണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല. ഓക്കെ, കാരണം PWD ഇതിനകത്ത് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം തിരിച്ച് ഈ പറഞ്ഞ BJP-ക്കാർ ചോദിക്കുന്നുണ്ട്. ഈ പ്രോട്ടോകോളിൻ്റെ സീന് ബാക്കി കമ്മ്യൂണിസ്റ്റുകാർ എടുത്ത് കാണിക്കുമ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചെങ്കിൽ അവിടെ വെച്ചൊരു ഫലകമുണ്ട്, അതിൻ്റെ മുകളിൽ മന്ത്രി റിയാസിൻ്റെ പേരുണ്ടെന്നും അങ്ങനെ അതിൽ പേര് വന്ന ഒരാളെ എന്തുകൊണ്ട് ഈ പ്രോഗ്രാമിന് വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഇതിനകത്ത് പ്രോട്ടോകോൾ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടോകോളൊക്കെ ഒരു ഗിമിക്കട് ചെയ്ത് എല്ലാ രാഷ്ട്രീയത്തിലെ പോളിട്രിക്സ് നാടകമാണ്, ഇലക്ഷൻ നാടകങ്ങളാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഇത് തോന്നുന്നത് ഇതൊരു പകരം വീട്ടലാണ്. നിങ്ങൾക്ക് ഈ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്ന് ചന്ദ്രനടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കയറി ഇരുന്നിട്ട് കുമ്മനവടിയൊക്കെ മാറിയിടേ ഇപ്പം ചന്ദ്രനടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഇയാൾ കയറിയിരുന്ന സമയത്ത് അന്ന് റിയാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ റിയാസ് ട്രോളിയും വിട്ടിട്ടുണ്ടായിരുന്നു. ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ, ഒരു മാന്യത കാണിക്കുന്നത് അല്പത്തരമല്ലേ, അതേപോലെ അല്പത്തരമല്ലേ എന്നൊക്കെ ചോദിച്ച് മന്ത്രി റിയാസ് അന്ന് ട്രോളി വിട്ടതാണ് നൈസായിട്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് അറിയാലോടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അമിത്ഷാൻ്റെയും മോദിൻ്റെയും ഒക്കെ പെറ്റാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിലേക്ക് എനിക്ക് കേരളം വേണമെന്നൊക്കെ പറഞ്ഞില്ല, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കേരളത്തിലേക്ക് അയാളെ തട്ടിയത് അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല, ഊഹാപോഹങ്ങളല്ലേ, ആ കാര്യങ്ങൾ ഊഹിച്ചേ പറയാൻ പറ്റും. എന്നാലും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് അതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിക്കില്ല, ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മൂപ്പര് പഠിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ്. അത് ഗ്രൗണ്ട് ലെവൽ വർക്കൊന്നും മൂപ്പര് ഇവിടെ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ BJP-ൻ്റെ തലപ്പത്ത് മൂപ്പരെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂപ്പർക്ക് അവരോടുള്ളൊരു ഇതായിരിക്കണം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ആ ഒരു സ്നേഹം കൂടുതലുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതായത് ദേശീയ നേതൃത്വത്തിന് ഇത്രയും കണ്ണിലുണ്ണിയായിട്ടുള്ള ഒരാൾ. അയാളെ വിഴിഞ്ഞത്ത് ആ ഒരു പരിപാടിക്കിടയിൽ ട്രോളി വിട്ടതുകൊണ്ട് തന്നെ റിയാസിനിട്ടൊരു കൊട്ട് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ ചെയ്തതായിരിക്കാം. കാരണം ഇത് രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് PWD മിനിസ്റ്ററെ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിനെ വിളിക്കുമ്പോൾ മരുവനെയും കൂട്ടത്തിൽ വിളിക്കണമെന്നുള്ള ചോദ്യമാണ് തിരിച്ചും മീഡിയാസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാരായ നമുക്കൊക്കെ വേണമെങ്കിൽ ആ ചോദ്യം ചോദിക്കാം, മരുവൻ എന്നുള്ളതൊക്കെ നമുക്ക്. ഇപ്പോൾ നമുക്ക് കണ്ടിരുന്ന സമയത്ത് റിയാസിനെ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മരുവനെ നമുക്ക് പറയാം, വി ആർ കോമൺ മാൻ. പക്ഷേ ഇയാൾ അങ്ങനെയല്ല, ഇയാളൊരു രാഷ്ട്രീയ നേതാവാണ്, ഒരു പാർട്ടീൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. സോ അയാളത് കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യണം, അത് കൺട്രോൾ ചെയ്ത് സംസാരിക്കേണ്ടിയിരുന്നു. അതൊന്നും രാജീവ് ചന്ദ്രശേഖർ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ അതിനകത്ത് തന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചെങ്കിൽ ഇയാൾക്ക് മനസ്സിനകത്തതുണ്ട്, ഏത് ആദ്യം ട്രോള് കിട്ടിയതുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ആയിരിക്കാം, പറയാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നി, ഞാനത് പറഞ്ഞു, ദാറ്റ്സ് ഓൾ. ഇനി ഈ കണ്ടൻറ്റ് തുടങ്ങുമ്പോഴും ഇവിടെ ഇത്രയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യന് നിങ്ങൾ മറന്നു പോകരുത്. കൊച്ചിയിലെ മെട്രോ ഉദ്ഘാടനം, മെട്രോൻ്റെ ഒരു 90% പരിപൂർണതയിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടീനെ വിളിക്കാതെയാണ് നിങ്ങളെ പിണറായി വിജയനും ഇതേ നരേന്ദ്രമോദിക്ക് വന്നിട്ട് മെട്രോൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഗണേഷ് കുമാറിൻ്റെ കേസിലാണെങ്കിലും ഈ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തൊക്കെ ഈ ടീംസ് നമ്മുടെ ഉമ്മൻചാണ്ടീനോട് ചെയ്തിട്ടുണ്ടോ, ഇതിനൊക്കെ നല്ല രീതിയിലുള്ള കർമ്മ തിരിച്ചടികൾ ഈ ദിവസങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങേരുടെ കാര്യം പറയാതെ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഈ കണ്ടൻറ്റ് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ന്യൂസ് ക്ലിപ്പുകൾ കാണാം.
ദേശീയപാതാ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനെ മുൻപ് കേന്ദ്രം പ്രശംസിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലി പോര്. പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിലേക്ക് പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്തതിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും മുഖ്യമന്ത്രി എത്തിയില്ല. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ കളക്ടർ തുടങ്ങിയവരാണ് വിമാനത്താവളത്തിലെത്തിയത്. ആക്ച്വലി ഇതിനകത്ത് എന്താ സീൻ അറിയോ? ഈ ഞങ്ങളവിടെ മലപ്പുറത്തെ കൂരിയാട് ഈ NHന്റെ ഒരു സ്ട്രെച്ച് പൊളിഞ്ഞ് വീണ് ആകെ മൊത്തം പ്രശ്നം ഉണ്ടായ ഒരു കോൺട്രവേഴ്സി നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അന്നത് ഭയങ്കര വൈറലായിരുന്നല്ലോ. ആ ടൈമിലൊക്കെ PWD മിനിസ്റ്ററോടും മുഖ്യമന്ത്രിയോടൊക്കെ ഈ NHന്റെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ തന്നെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിലൂടെ പോകുന്ന NH തന്തല്ലാത്തവനാണ്. ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞങ്ങൾ സർക്കാരും കൂടിയും ചെയ്തിട്ടാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ സർക്കാരും ഇല്ല, കേന്ദ്ര ഗവൺമെൻറ്റും ഇല്ല, ലാസ്റ്റ് അത് തന്തയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി മാത്രമായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു NH പല സ്ഥലത്തായിട്ട് പൊളിഞ്ഞു വീണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് അന്നൊക്കെ റീലൊക്കെ ഇട്ട് കാണുന്ന മന്ത്രിയാണ് റിയാസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. റെയിൽ നിർമ്മിക്കാരാ? റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ഇത് രണ്ടാണെങ്കിൽ ഞാൻ പറയാം, റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആളുകൾക്കാണ്. എന്നാൽ അതുമല്ല, ഇതിന്റെ മറ്റ് അലൈൻമെന്റ് മുതൽ നിർമ്മാണം മുതൽ എല്ലാ കാര്യവും നാഷണൽ ഹൈവേ അതോറിറ്റി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് കംപ്ലീറ്റ്ലി സാധനങ്ങൾ. സ്ഥലം അക്വയർ ചെയ്യുന്ന സമയത്ത്, ദേശീയപാതയ്ക്കുള്ള സ്ഥലം അക്വയർ ചെയ്യുന്ന സമയത്ത് മാത്രം 25% തുക, അതായത് ഏകദേശം 5600 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടുള്ളത്. ബാക്കി 75% സ്ഥലം ഏറ്റെടുപ്പിനും 100% നിർമ്മാണ ചെലവും, ഇത് രണ്ടും ഏറ്റെടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതും 65,000 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ലാതെ ഭൂമി ഏറ്റെടുത്ത തുക ഇവിടുത്തെ കേരള സർക്കാർ കിഫ്ബിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കിഫ്ബിയിൽ നിന്ന് വഴിയാക്കിയിട്ടാണ് ഈ പൈസ എടുത്തിട്ടുള്ളത്. കിഫ്ബിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ കിഫ്ബിയിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ ലോൺ എടുക്കുന്ന പോലത്തെ പൈസയാണ്, ഇരട്ടി തിരിച്ചു കൊടുക്കും വേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ എന്ത് റോള്, എന്ത് രീതിയിലുള്ള പ്രോട്ടോക്കോളാണ് ഇതിൽ പാലിക്കേണ്ടത്? PWD മിനിസ്റ്റർ വിളിക്കുന്നത്, PWD മിനിസ്റ്റർ ഇതിനകത്ത് എന്ത് റോള് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങൾ വെച്ചിട്ട് BJPക്കാർ തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് മന്ത്രി റിയാസിനാണെങ്കിലും ഈ കാര്യത്തിൽ കുറച്ച് വിഷയമായിരിക്കും സംസാരിക്കാൻ. കാരണം പല സമയങ്ങളും മേ ബി റിയാസ് വിചാരിച്ചത് ഇങ്ങനെയായിരിക്കാം, കേരളത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തു എന്നുള്ള അവകാശവാദം പറ്റില്ല. പിന്നെ നിന്നുപോയൊരു പ്രൊജക്റ്റിനെ എടുത്തുകൊണ്ട് വന്ന് അതിന് ജീവൻ വെപ്പിച്ച് സ്ഥലമെടുക്കാൻ ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ചിലവാക്കി എന്നുള്ള ന്യായത്തിന് മുകളിൽ പിടിച്ച് നിൽക്കാം. അത് പലവട്ടം പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ റോഡ് പൊട്ടി വീണപ്പോൾ വീണ്ടും അത് കേന്ദ്ര സർക്കാരിൻ്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെയും ആണെന്ന് പറഞ്ഞിട്ടുള്ള ന്യായങ്ങൾ നിരത്തിയിട്ടും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ വന്നിരുന്ന് എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ PWD മിനിസ്റ്റർക്ക് വിളിയില്ലാത്തത് കൊണ്ട്, അത് മറ്റേ നാട്ടിലും ഉണ്ടാവില്ല, കല്യാണം വിളിച്ചപ്പോൾ വീട്ടിൽ മൂത്തോനെ വിളിച്ചില്ല, ഇളയോനെ വിളിച്ചില്ല, അതുകൊണ്ട് നമ്മൾ പെരക്കാരും പോകണ്ട, ആ രീതിയിലെല്ലാവരും പോകാതിരിക്കണ പോലെയാണ് ഇവർ പോകാതിരുന്നിട്ടുള്ളത്. ഇനി ഇതിൽ മന്ത്രി റിയാസ് പറഞ്ഞത് കേട്ടോ, സാധാരണ ദേശീയപാത പദ്ധതി ഉദ്ഘാടനമോ പ്രവൃത്തി ഉദ്ഘാടനമോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രീ നിതിൻ ഗഡ്കരി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും അറിയിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. ഇത്തവണ NH-66 ഉദ്ഘാടന പരിപാടി, പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല. നമുക്കറിയാം NH-66 എങ്ങനെയാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത്. മുടങ്ങിപ്പോയ പദ്ധതിയാണ്, മരണപ്പെട്ട പദ്ധതിയാണ്. 2014 ഈ പദ്ധതി ഇനി കേരളത്തിൽ നടക്കില്ല, അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന് റിട്ടേണായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലപാട് സ്വീകരിച്ച് അവരുടെ ഓഫീസും പൂട്ടിപ്പോയതാണ്. അന്നത്തെ UDF ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ പദ്ധതി മുടങ്ങാൻ കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പ്രകടന പത്രികയിൽ തന്നെ LDF പറഞ്ഞിരുന്നു, LDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി മുടങ്ങിപ്പോയത് തിരിച്ചു കൊണ്ടുവരാൻ ഇടപെടും. അങ്ങനെ പ്രധാനമന്ത്രിയുമായും
കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഭാഗമായി കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ തരേണ്ടതുണ്ട്. പക്ഷെ അത് തരാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുവരെ ദേശീയപാത വികസനത്തിന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പണം മുടക്കിയിട്ടില്ല. പക്ഷെ കേരളം ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ്. ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നമാണ്. വാഹനപ്പെരുപ്പം ഭീകരമായ പ്രശ്നമായി മാറുന്നു. അതിനൊരു ആശ്വാസ പദ്ധതിയാണ് NH66 എന്നുള്ളത് കൊണ്ട് തന്നെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറ്. മറ്റു പദ്ധതികൾക്ക് വേണ്ടി വെച്ച പണമാണ് ചെലവഴിക്കുന്നത്. 100-200 കോടിയല്ല, 5600 crore 5600 കോടി. അതിന്റെ കാര്യം പറയുകയാണ്, അത് പിന്നീട് കിഫ്ബി ഫണ്ടാണ്. അത് പിന്നീട് കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി. കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തുമ്പോൾ ഈ 5600 കോടി ഡബിൾ ആവുകയാണ്. ഏകദേശം 12000 കോടി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിന്റെ ഭാഗമായി പണം ചെലവാകുന്നു. പിന്നെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടു, പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരി തന്നെ എത്രയോ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു. നിങ്ങളൊക്കെ വാർത്ത കൊടുത്താണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ ഈ കേരളത്തിലെ ഹെഡാണ്. ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റും മാതൃകയാക്കണം കേരളത്തിലെ PWDയും കേരളത്തിലെ സർക്കാരും എടുക്കുന്ന സമീപനം. ഓക്കെ, ഇതാണ് മന്ത്രി റിയാസ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ 1-2 കാര്യങ്ങളിൽ ഒരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ചാൽ, കേരളം മാത്രമാണോ ഇതുപോലെ നാഷണൽ ഹൈവേക്ക് സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയ ഒരു സ്റ്റേറ്റ്? ഏക സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചോദ്യമാണ്. അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ന്യൂസുകാരൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വയ്ക്കാം. അതിനു മുമ്പ് PWD വകുപ്പും അല്ലെങ്കിൽ ഓരോ സ്ട്രെച്ചിലെ പണിയിൽ PWD എന്തുകൊണ്ട് ഇടപെടണം? ഇതൊരു നാഷണൽ ഹൈവേ ഒരു സ്ഥലത്ത് കൂടി നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ അതിനകത്ത് നമ്മളെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകോപനം വേണ്ടി വരും. മനസ്സിലായോ? ആ ഏകോപനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനോട് എന്ത് ചെയ്തിട്ടുണ്ടാവും? സഹകരിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ നാട്ടിൽ കൂടി പോകുന്ന പ്രൊജക്റ്റാണ്. പിന്നെ ഈ പ്രൊജക്റ്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ സ്ഥലം അക്വയർ ചെയ്യുന്നത് മാത്രമല്ല, സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യം റോ മെറ്റീരിയൽസ്, പല പണിക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അടക്കമുള്ള പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ ഈ പണിക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ലോക്കലി മെയ്ഡ് റോ മെറ്റീരിയൽസ് അടക്കം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ നാഷണൽ ഹൈവേയുടെ പണിക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളൊരു കാര്യം കൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ആര് അവൈലബിൾ ആക്കണം, അല്ലെങ്കിൽ ആര് ചെയ്തു കൊടുക്കണം? ഇവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യം, ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനത്തെ ഏകോപനങ്ങൾ നടത്തിയതിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. പിന്നെ കിഫ്ബിയുടെ കേസ് ഇയാൾ ഇപ്പം തന്നെ പറഞ്ഞല്ലോ. കിഫ്ബിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കിഫ്ബിയിൽ നിന്ന് പല കാര്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളൊരു തുക അതാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത്. ഇതെന്ത് ചെയ്യണം? രണ്ടാമത് ഇരട്ടിയായിട്ട് അത് തിരിച്ചു കൊടുക്കും വേണം. അപ്പോൾ കിഫ്ബിയുടെ അധ്യക്ഷനെ വിളിച്ചാൽ മതിയല്ലോ, സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയെ മാത്രം വിളിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിക്കാണെന്ന് ഇവന്മാർ പറഞ്ഞാലും ഇതിനൊരു ന്യായവും തിരിച്ചു വരും പറയാൻ പറ്റില്ല. ഫലകത്തിൽ പേര് വന്നു അതുകൊണ്ട് വിളിച്ചൂടെ? ഞാൻ എഗെയിൻ പറയുന്നു, ഇത് അതൊന്നുമല്ല. ഇത് രാഷ്ട്രീയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ BJP കാണിക്കുന്ന ഒരു അഗ്രസീവ് ഫേസ് ഉണ്ട്. അതായത് അടിക്കടി പണ്ട് LDF UDF അടി ഉണ്ടാക്കിയ പോലെയാണ് ഇപ്പോൾ BJPക്കാർ LDFനോടും UDFനോടും അടിക്കുന്നത്. അവർ ആ ഒരു എന്താ പറയുക അരഗൻസ്, രാഷ്ട്രീയത്തിലൊരു അരഗൻസ് ഉണ്ട്. ആ അരഗൻസാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബൈ ദ വേ നേരത്തെ റിയാസ് പറഞ്ഞ കേരളം മാത്രം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഞാൻ ഒരു സാധനം വെച്ചുതരാം. വികസനത്തിന് വേണ്ടി സ്വന്തം പണം മുടക്കേണ്ടി വന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്ന് ചില നേതാക്കൾ പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. ഞാൻ കണക്ക് നോക്കുകയായിരുന്നു. ഇപ്പോ 5600 കോടിയോളം എന്ന് അദ്ദേഹം പറഞ്ഞു. 5580 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് ഭൂമി എടുത്തു കൊടുക്കുന്നതിനടക്കം ചെലവാക്കിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ ഷെയർ നോക്കിയാൽ മഹാരാഷ്ട്ര 27,568 കോടി, ഉത്തർപ്രദേശ് 23,134 കോടി, പഞ്ചാബ് 13,000 കോടി, ഹരിയാന 13,000 കോടി, ഗുജറാത്ത് 11,700 കോടി രൂപ. ഓൾമോസ്റ്റ് കുറേ സ്റ്റേറ്റുകൾ ഇതേപോലെ അവരുടെ നാട്ടിലെ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പൈസ ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേരളം ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യാനടക്കം 25% പൈസ ഇട്ട് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ്
അങ്ങനത്തെ ന്യായങ്ങളൊക്കെ വെച്ച് നിരത്തിയിട്ട് അതൊരു PR സ്റ്റണ്ടായിരുന്നു. അതിപ്പോൾ പൊളിഞ്ഞുപോയി. അതാണ്ടായത്. ഈ വിഷയം വന്ന സമയത്ത് അത് പൊളിഞ്ഞുപോയി. ഈ വിഷയത്തിൽ കറക്റ്റായിട്ടുള്ള, അതായത് കുറേ പേര് BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് എന്തുകൊണ്ട് മന്ത്രി റിയാസിനെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് ഈ മരുമകൻ ലൈനിൽ തന്നെ റിപ്ലൈ ചെയ്ത് പോയ ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തനായി ഇപ്രാവശ്യം സുരേഷ് ഗോപി കുറച്ച് നീറ്റായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥാനങ്ങളും അവരുടെ യോഗ്യമായ പങ്ക് കൊടുത്തിട്ട് തന്നെയാണിത് വന്നിട്ടുള്ളത്. യോഗ്യമായ പങ്കെന്ന് പറയുന്നത് സ്ഥലം വാങ്ങിയെടുക്കുന്നതിൽ എത്രയോ ശതമാനം നിശ്ചയിച്ചിട്ടുണ്ട്. 25% എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? പല സംസ്ഥാനങ്ങളിലും അത് 50% കൊടുത്തിട്ടുണ്ട്. കർണാടക കൊടുത്തിട്ടുണ്ട്, UP കൊടുത്തിട്ടുണ്ട്. അല്ല, അതൊന്നും ഇതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അവകാശവാദമല്ല. നിങ്ങൾ ഇത്രയേ തന്നുള്ളൂ എന്ന് പറയുന്നതും ഒരു അവകാശവാദം, അത് രാഷ്ട്രീയമായി മാത്രമേ വഹിക്കൂ. അപ്പോൾ വളരെ നിഷ്പക്ഷമതിയായിട്ട് പറയുകയാണെങ്കിൽ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബ്ലൂ ബുക്ക് പ്രകാരമുള്ള അറേഞ്ച്മെൻറ്റ് ഡയസിലുണ്ടാവും. കേരള സർക്കാർ തിരിച്ച് അങ്ങോട്ട് അറിയിക്കണമായിരുന്നു. അത് നിങ്ങൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം പ്രപ്പോസ് ചെയ്തവരല്ല വേണ്ടത്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മന്ത്രി വേണം. അത് കേരള സർക്കാർ അറിയിക്കണം. അതനുസരിച്ച് ക്രമീകരണങ്ങളുണ്ടാവും. കണ്ട, ഇയാളാണ് ഇതിൽ കുറച്ചും കൂടി ഞാൻ പറഞ്ഞു ഒരു മെച്ചോറായിട്ട്. സാധാരണ ഇങ്ങനത്തെയൊക്കെ വിഷയം വന്നാൽ ഭരചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഈ ചങ്ങായി ഇപ്രാവശ്യം കുറച്ചും കൂടി സോർട്ടഡായിട്ട് സട്ടിലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ നാട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ മറ്റേ തമ്പുരാനാണ് എന്നുള്ള ലൈനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. മേ ബി എന്താ അറിയോ, BJPയിലെ തമ്പുരാൻ സ്ഥാനം സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖറിന് വെച്ച് കൈമാറിയിട്ടുണ്ടാവും. കാരണം ഒരു തമ്പുരാൻ ലൈനിലാണ് രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല. മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PW മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിനെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ് വരേണ്ടത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സംസാരിച്ച് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ ഉൾപ്പെടുത്തിയതിൽ വലിയ വിമർശനം മന്ത്രിമാർ ഉന്നയിക്കുന്നു. അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. വിഴിഞ്ഞത്തിൽ ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. ഇതെല്ലാം നോക്കൂ, നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും, ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. ഇതെല്ലാം ഇലക്ഷൻ്റെ മുമ്പ് ശ്രദ്ധ തിരിക്കാൻ, ഇവിടെ എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു ഡെസ്പറേറ്റ് ആയൊരു പൊളിറ്റിക്കൽ തന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പക, അത് വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞു. ഇയാളെ ലൈന് മനസ്സിലായ, ഇയാൾ അന്ന് റിയാസിനെ സ്കെച്ച് ചെയ്തതാണ്. മനസ്സിലായോ? മരുമകനായിരിക്കാം റിയാസ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, ആയിരിക്കാം നല്ലതാണ്. പക്ഷെ എന്താ അറിയോ, ഇത് മരുമകനിസത്തിനേക്കാൾ കൂടുതൽ ഫേവറേറ്റിസമാണ് കേന്ദ്രം രാജീവ് ചന്ദ്രശേഖറിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഇയാളുടെ മരുമകൻ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ലേഡി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മൂപ്പരുടെ മരുമകനിസത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വയ്ക്കാം. അതിന് മുമ്പ് ഇപ്പോൾ പത്രക്കാരോട് ഇയാൾ തന്നെ ഇട്ട് കൊടുത്തൊരു ഐറ്റം ഉണ്ട്. ഇയാൾ എന്തിനാടാ അതിനകത്ത് കയറി, നീ എന്തിനാ വിഴിഞ്ഞത്ത് കയറി നിന്നപ്പോഴും നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ എന്തിനാ കയറി നിന്നതെന്നുള്ളത്. അതുപോലെ തന്നെ MP-യും കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും ഒക്കെ ഉള്ളൊരു വേദിയിൽ എന്തിനാണ് ഈ BJPയുടെ അധ്യക്ഷൻ കയറിയുന്നത് കേരളത്തിൽ? അതെന്ത് പ്രോട്ടോക്കോളാന്നുള്ളത് ആർക്കും ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാനുള്ളത് എന്താവും, മരുമകനല്ലെങ്കിലും മോദിജിയുടെയും അമിത്ഷാജിയുടെയും മെയിൻ ആളായ എർത്ത് ഞാനാണ്. അപ്പോൾ ഇനി ഒഫീഷ്യലി ഞാൻ പറയുന്നു, കേരളത്തിൽ കുമ്മനമടി എന്നുള്ള വാക്ക് നമുക്ക് മാറ്റാം. വിഴിഞ്ഞത്തും ഇപ്പോൾ ഈ NH-66 ഇനാഗുറേഷനും ചന്ദ്രനടിച്ചത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോൾ ഇനി മുതൽ ഇത് കേരളത്തിൽ ചന്ദ്രനടി എന്ന് അറിയപ്പെടും. കുമ്മനം സൈഡായിട്ട് കുമ്മനത്തിനേക്കാൾ വലിയ ചന്ദ്രനടിയാണ് ഇയാൾ ചെയ്തത്. അതങ്ങനെ ഒരു ഐറ്റം മൂപ്പരെന്നെ എറിഞ്ഞിട്ട് കൊടുത്തതാണ്. ശരി, ഇനി അതവിടെ നിൽക്കട്ടെ.
ഇനി നമുക്ക് നോക്കാനുള്ളത് മരുമകൻ്റെ സാധനം വെച്ചില്ലല്ലോ, മരുമകനിസം വെച്ച് തരാം. ഞാനേ ഇന്നൊരു മരുമോൻ്റെ കഥ പറയാം. എനിക്കറിയാം മരുമോൻ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ ആരുടെ ഒരു ഇമേജാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. പക്ഷേ ആ വിളിക്ക് ശരിക്കും അർഹനായ ഒരാളുണ്ട്. സ്വന്തം അമ്മായിയപ്പൻ്റെ സാമ്രാജ്യം അദ്ദേഹം അറിയാണ്ട് വിറ്റ് തൊലച്ചിട്ട് ബിസിനസ്സുകാരെന്ന് വിളിക്കുന്ന പിൻവാതിലൂടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ. തലശ്ശേരിക്കാരൻ ഒരു TPG നമ്പ്യാർ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു കമ്പനി കെട്ടിപ്പടുത്ത ഒരു കഥയുണ്ട്. തലശ്ശേരിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് BPL എന്ന് പറഞ്ഞൊരു സാമ്രാജ്യം ഉണ്ടാക്കി. ഇന്ത്യയുടെ കൺസ്യൂമർ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് BPLനോളം പോകുന്നൊരു പേരുണ്ടായിരുന്നില്ല. 1982 കളർ TV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങി എല്ലാ മേഖലകളിലും സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന BPL. ആ കമ്പനി ഇന്ന് എവിടെയാണ്? അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു കമ്പനി, കേരളത്തിൻ്റെ മുഖമായി മാറേണ്ട ഒരു കമ്പനിയായിരുന്നു BPL. ഇന്ന് BPL എവിടെയാണ്? BPLന് എന്താണ് സംഭവിച്ചത്? BPLനൊന്നും സംഭവിച്ചിട്ടില്ല. BPLൻ്റെ നേതൃത്വത്തിലേക്ക് TPG നമ്പ്യാർ തൻ്റെ മകളുടെ ഭർത്താവായ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൂ. 1991 തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ BPLലേക്ക് കടന്നു വരുന്നത്. 2005 ആകുമ്പോഴേക്കും BPLൻ്റെ 64% ഷെയറുകൾ അമ്മായിയപ്പൻ അറിയാതെ ഈ മരുമോൻ ഒരു SR എന്ന് പറഞ്ഞ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കാൻ പോവാണ്. അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ കേസ് ഫയൽ ചെയ്തു, നിയമ പോരാട്ടം നടത്തി. പക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്വന്തം അമ്മായിയപ്പൻ ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ് അദ്ദേഹം അറിയാതെ ചതിച്ച് വിറ്റ് ആ പൈസ കൊണ്ട് ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അടുത്ത മാസം തന്നെ തുടങ്ങി. 2005 അദ്ദേഹം ജൂലൈയിൽ ഇത് വിൽക്കുന്നു. ഓഗസ്റ്റിൽ ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള വളർച്ചയാണ്. 2006 അദ്ദേഹം കർണാടകയിൽ നിന്ന് രാജ്യസഭ MP ആവുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കർണാടക ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യാണ് രാജ്യസഭ MP ആയിട്ട്. അദ്ദേഹത്തിന് വലിയ പ്രതിരോധ കരാറുകൾ ലഭിക്കുകയാണ്. മാധ്യമങ്ങളുടെ ഓഹരി ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഹോൾഡിങ്സ് വാങ്ങുകയാണ്. കേന്ദ്ര മന്ത്രി വരെ ആവുന്നു. കേരളത്തിലെ BJPയുടെ അധ്യക്ഷനാവുന്നു. പക്ഷേ ഇതിൻ്റെ ഒക്കെ തുടക്കം ഒരു മനുഷ്യൻ കേരളത്തിലെ ഒരു വില്ലേജിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിനെ ചതിച്ചൊരു കഥയാണ്. അങ്ങനെ ഒരു മരുമോൻ്റെ കഥയെന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ മറന്നു പോകാറുണ്ട്. അപ്പം ആ മരുമോനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിലൂടെ വളർന്നു വന്ന പരിചയമുള്ള ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു മന്ത്രിയായിരിക്കുന്ന റിയാസിനെ കേവലം മരുമോൻ എന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത്. ഇതൊക്കെ TPG നമ്പ്യാർ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഐറണി തൂങ്ങിച്ചെത്തെന്ന് പറയില്ല, അങ്ങേരം അദ്ദേഹം കാർക്കിച്ച് തുപ്പുന്നുണ്ടാവും ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. എന്താ ഇപ്പോൾ കഥ? ഡോണ്ട് യു സീ ദ ഐറണി? അതന്നെ എന്താ കഥ ആലോചിച്ചു. അതായത് ഇയാൾക്ക് ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി PWD മിനിസ്റ്ററെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പ്രോട്ടോകോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട്, ഇൻവൈറ്റീസ് ആരൊക്കെ വേണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ തിരിച്ച് റിവേർട്ട് ചെയ്തില്ല, അതുകൊണ്ട് വെച്ചില്ല എന്ന് പറഞ്ഞ് പോയാൽ മതി. അത് പറയാതെ ആ ഒരു വിഴിഞ്ഞം ആഫ്റ്റർ എഫക്റ്റ് മൂപ്പരെന്ത് ചെയ്ത് ഈ വിഷയത്തിൽ ഈ മരുമകൻ സാധനം വെച്ച് അടിച്ചു റിയാസിനെ. ഇപ്പം എന്തായി, തിരിച്ച് നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുക എന്ന് പറഞ്ഞ പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അവസ്ഥ.